കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ രാത്രിയിൽ വന്നുചേർന്ന നിങ്ങൾക്കെല്ലാവർക്കും വന്ദനം അറിയിക്കുന്നു. നമ്മൾ ഈ കഴിഞ്ഞ 2-3 ആഴ്ചകളായിട്ട് ദൈവത്തിൻ്റെ ത്രിയേകത്വം എന്നുള്ള വിഷയമാണ് വേദപുസ്തകത്തിൽ നിന്ന് നമുക്ക് ചിന്തിപ്പാൻ ഇടയായിത്തീർന്നത്. പല കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനായി കഴിഞ്ഞു. എന്നാൽ ഈ പ്രധാനപ്പെട്ട അടിസ്ഥാനപരമാകുന്ന വിഷയം ദൈവവചനത്തിലെ ആ വിഷയത്തെക്കുറിച്ചുള്ള സകല വേദഭാഗങ്ങളെയും ക്രോഡീകരിച്ചുള്ള 3 സ്റ്റേറ്റ്മെൻറ്റ്സാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിക്കാൻ തക്കവണ്ണം ഇടയായിത്തീർന്നത്. ഒന്നാമതായിട്ട് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനപരമാകുന്ന ഉപദേശം ദർ ഈസ് ഓൺലി വൺ ഗോഡ്, മോണോതീയിസം അല്ലെങ്കിൽ ഏക ദൈവ വിശ്വാസം എന്ന ഉപദേശം. രണ്ടാമതായിട്ട് അതിൻ്റെ രണ്ടാമത്തെ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷനാണ് ദർ ആർ 3 ഡിവൈൻ പേഴ്സൺസ്. 3 ദൈവിക ആളുകൾ, പേഴ്സൺസ് നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുന്നു. മൂന്നാമതായിട്ട് ഒരു കാര്യം കൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു. ദ പേഴ്സൺസ് ആർ കോ ഈക്വൽ ആൻഡ് കോ ഇറ്റേണൽ. ആ 3 പേഴ്സൺസും, ആളുകളും അല്ലെങ്കിൽ വ്യക്തികളും കോ ഈക്വലാണ്, സമത്വമുള്ളവരാണ്, കോ ഇറ്റേണലാണ്. അവർ മൂവരും നിത്യരാണ്. എന്ന് പറഞ്ഞാൽ ദൈവം എല്ലാ സമയത്തും എല്ലാ കാലത്തും പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന ആ 3 വ്യക്തികളിൽ നിത്യരായിട്ട് അവിടുന്ന് നിലനിൽക്കുന്നു. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ഇത്രയും വിഷയങ്ങളാണ് വേദപുസ്തകത്തിൽ നിന്ന് പ്രധാനമായിട്ട് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത്. ട്രിനിറ്റി എന്നുള്ള ആ വിഷയത്തിൻ്റെ ഒരു ബേസിക് ഡെഫിനേഷൻ ഞാൻ എല്ലാ ആഴ്ചയിലും പറയുന്നതാണ്. അത് വീണ്ടും ഒന്നുകൂടെ ആവർത്തിച്ച് പോകട്ടെ. വിത്തിൻ ദ വൺ ബീയിങ് ദാറ്റ് ഈസ് ഗോഡ് there exists eternally 3 co-equal and co-eternal persons, namely the Father, the Son and the Holy Spirit. ദൈവം എന്ന ഏക സത്തയിൽ അല്ലെങ്കിൽ വൺ ബീയിങ് അതാണ് ഏക സത്ത എന്ന വാക്കിനാൽ അർത്ഥമാക്കുന്നത്. നിലനിൽക്കുന്ന പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നീ 3 വ്യക്തികൾ തുല്യതയുള്ളവരും നിത്യമായവരും ആകുന്നു. ഇതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ ചിന്തിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീർന്നത്. പ്രത്യേകിച്ച് നമ്മൾ ഈ 3 കാര്യങ്ങൾ വേദപുസ്തകത്തിൽ നിന്ന് ചിന്തിച്ചു. ഒന്ന്, മോണോതീയിസം, ഏകദൈവം. രണ്ടാമതായിട്ട് 3 ഡിവൈൻ പേഴ്സൺസ്, 3 വ്യക്തികൾ, 3 ദൈവിക ആളുകൾ, ഡിവൈൻ പേഴ്സൺസ്. നമ്മൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ആ പേഴ്സൺസ് നമ്മൾ വായിക്കുന്നു അല്ലെങ്കിൽ കാണുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കണ്ടത് പിതാവിനെക്കുറിച്ചും പുത്രനാകുന്ന യേശു കർത്താവിനെക്കുറിച്ചും വേദപുസ്തകത്തിൽ ആ 3 അല്ലെങ്കിൽ ആ 2 പേഴ്സൺസും അവിടുന്ന് ദൈവമാകുന്നു എന്നുള്ളതിൻ്റെ തെളിവുകൾ ദൈവവചനത്തിൽ നിന്ന് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞു. അത് ഏകദേശം വ്യക്തമായെന്ന് എനിക്കറിയാം. എന്നാൽ നമ്മൾ ടുവേഡ്സ് ദ എൻഡ് ഇതല്പം ഹാർഡായിട്ടുള്ള സത്യമായതുകൊണ്ടും നമ്മളത് ഫെമിലിയർ ടെറിട്ടറി അല്ലാത്തതുകൊണ്ടും അവസാന ഭാഗത്തേക്ക് വന്നപ്പം അല്പം സ്പീഡിൽ പോയതുകൊണ്ടും പലർക്കും പല കാര്യങ്ങൾ മനസ്സിലായില്ല എന്നോട് പറഞ്ഞു. എന്നാൽ നമ്മൾ ചിന്തിച്ച വേദഭാഗങ്ങളെല്ലാം തന്നെ ആ വേഴ്സസ് നിങ്ങൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ 3 പേഴ്സൺസിൻ്റെ ദിവ്യത്വം
ആ 3 പേരും ദൈവമാകുന്നു എന്നുള്ളത് എങ്ങനെയാണ് വേദപുസ്തകം വെളിപ്പെടുത്തുന്നത് എന്നതാണ് നമ്മൾ ചിന്തിച്ചത്. How the Bible reveals the 3 persons, they are completely and fully divine persons. 3 വ്യക്തികളും 3 പേഴ്സൺസും എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്ന ഭാഷയിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും, ആ 3 പേഴ്സൺസും എന്തുകൊണ്ടാണ് നമ്മൾ അവിടുന്ന് ദൈവം എന്ന് പറയുന്നത്, അതിൻ്റെ തെളിവുകളാണ് നമ്മൾ കണ്ടത്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കണ്ടത് പിതാവാകുന്ന ദൈവം ഏക ദൈവം എന്നൊക്കെയുള്ളതാകുന്ന ആ വിശേഷണം നമ്മൾ വായിക്കുന്നു. ആ ദൈവത്തെ കുറിക്കുന്ന അല്ലെ അവിടുത്തെ ദിവ്യത്വത്തെ, അവിടുന്ന് ഡിവൈനാണ് എന്നുള്ളതിന് അനേക വേദഭാഗങ്ങൾ നമ്മൾ കണ്ടു. ദൈവത്തിൻ്റെ സർവശക്തിയെക്കുറിച്ചും അവിടുത്തെ സർവജ്ഞാനത്തെക്കുറിച്ചും അവിടുന്ന് എല്ലായിടത്തും അവിടുത്തെ സാന്നിധ്യമുണ്ട്. ഇതാണ് ബേസിക്കായിട്ട് ദൈവത്തെ ദൈവമാക്കുന്നത്. ദൈവം അവിടുന്ന് സർവശക്തനാണ്, ഓൾമൈറ്റിയാണ്, സർവശക്തനാണ്. 2, ദൈവത്തിന് സകലവും അറിയാം. അവിടുത്തേക്ക് അറിയാത്തത് ഒന്നുമില്ല. അവിടുത്തെ എന്താ പറയുന്നത്, ഭൂതം ഭാവി, പാസ്റ്റ് പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ, ഇത് 3 ഒരുപോലെ അറിയാം. ദൈവത്തിന് ഹൃദയങ്ങളെ അറിയാം, ദൈവത്തിന് സകലവും അറിയാം. അവിടുത്തേക്ക് അറിയാത്തതായി അത് വേദപുസ്തകം എങ്ങനെ വെളിവാക്കുന്നു? അത് പിതാവാകുന്ന ദൈവത്തെക്കുറിച്ച് വേദപുസ്തകം ഈ അടിസ്ഥാനപരമാകുന്ന വിഷയങ്ങൾ പറയുന്നത് തന്നെ യേശു ക്രിസ്തുവിനെ കുറിച്ചും വേദപുസ്തകം പറയുന്നു. അതാണ് നമ്മൾ കണ്ടത്. ഓക്കെ, പിതാവാകുന്ന ദൈവം സർവജ്ഞാനിയാണ്, അവിടുത്തെ സാന്നിധ്യം എല്ലായിടത്തുമുണ്ട്, അവിടുന്ന് സർവശക്തനാണ്. അത് തന്നെ യേശു കർത്താവിനെക്കുറിച്ചും നമ്മൾ വായിക്കുന്നു. ഈ കാര്യമാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചത്. അത് നമ്മളൊരു അക്രനിം അതായത് പെട്ടെന്ന് ഓർത്തിരിക്കാൻ വേണ്ടി കർത്താവ് പറഞ്ഞ ഒരു വാക്കിൽ നിന്നും ഹാൻസ് എന്നുള്ളതാകുന്ന ഒരു അക്രനിം നമ്മൾ രൂപപ്പെടുത്തി. അത് ഞാൻ ഉണ്ടാക്കിയതൊന്നുമല്ല. പുട്ടിങ് ജീസസ് ഇൻ ഹിസ് റൈറ്റ് പ്ലേസ് എന്നുള്ളതാകുന്ന വളരെ മനോഹരമാകുന്ന ഒരു പുസ്തകം. അല്പം എക്സ്പെൻസീവാണ്, മേടിച്ച് വായിക്കാൻ പറ്റുന്നവർക്ക് നല്ല മനോഹരം, അത്ര ടെക്നിക്കലൊന്നുമല്ല, ഈസിലി മനസ്സിലാക്കാൻ കഴിയുന്ന ബുക്കാണ്. ഓക്കെ, ആ പുസ്തകത്തിൽ നമ്മുടെ കർത്താവ് തോമസിന് പ്രത്യക്ഷനാകുമ്പോൾ അവിടുന്ന് സീ മൈ ഹാൻഡ്സ്, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക, എൻ്റെ കരം കാണുക, ആ ഒരു പദമാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചത്. കുഞ്ഞുങ്ങൾക്ക് അതൊന്ന് പറയാൻ പറ്റുമോ? ഹാൻഡ്സ്. Somebody can tell me? Hands. Jesus shares the honors. പിതാവിന് എന്ത് ബഹുമാനമാണോ വേദപുസ്തകം കൊടുക്കുന്നത്, അതേ ബഹുമാനം ആർക്ക് കൊടുക്കുന്നു? യേശു കർത്താവിന് കൊടുക്കുന്നു. അടുത്തത് ആട്രിബ്യൂട്ട്സ്. പിതാവാകുന്ന ദൈവത്തെക്കുറിച്ച് ഞാൻ മുമ്പേ പറഞ്ഞ കാര്യം, സർവശക്തനാണ്, സർവജ്ഞാനിയാണ്, എല്ലായിടത്തും കർത്താവിൻ്റെ സാന്നിധ്യം ഉണ്ട്. അപ്പോൾ ഹിസ് ആട്രിബ്യൂട്ട്സ്, എവ്രി ആട്രിബ്യൂട്ട് ദാറ്റ് ഈസ് അസ്ക്രൈബ്ഡ് ടു ദ ഫാദർ ഈസ് ഓൾസോ അസ്ക്രൈബ്ഡ്, എവ്രി ആട്രിബ്യൂട്ട് ഈസ് ഓൾസോ അസ്ക്രൈബ്ഡ് ടു ദ സൺ. അപ്പോൾ ഓണേഴ്സ്, ആട്രിബ്യൂട്ട്സ്, നെയിംസ്. പിതാവിനെ ഏതൊക്കെ പേരുകളിൽ വിളിക്കുന്നുവോ? ലോർഡെന്ന് വിളിക്കുന്നു, ഇല്ലേ? യേശുവിനെ ലോർഡെന്ന് വിളിക്കുന്നു. പിതാവിനെ ദൈവമെന്ന് വിളിക്കുന്നു. യേശുവിനെ വേദപുസ്തകം എന്ത് ചെയ്യുന്നു? ദൈവമെന്ന് വിളിക്കുന്നു. നോക്കുക, നെയിംസ്. അടുത്തത് ഡീഡ്സ്. പിതാവ് ചെയ്യുന്നതെല്ലാം ആരും ചെയ്യുന്നു? വേദപുസ്തകം എന്താ പഠിപ്പിക്കുന്നേ? പുത്രനും ചെയ്യുന്നു. ഡീഡ്സ്.
പിന്നെ സീറ്റ്, പിതാവ് എവിടെ ആയിരിക്കുന്നുവോ അവിടെ ആരും ആയിരിക്കുന്നു? പുത്രനുമായിരിക്കുന്നു. ഇത് ഓർക്കാൻ വേണ്ടി ഒരു അക്രണിം ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ, ഹാൻഡ്സ്. അത് പെട്ടെന്ന് ഓർക്കും, അതിന് വേണ്ടിയിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, എനിക്കറിയാം ഫർദർ എക്സ്പ്ലനേഷൻ ആ വിഷയത്തിൽ ആവശ്യമാണ്. എന്നാൽ നമുക്ക് ഒരുപാട് വിഷയങ്ങൾ കവർ ചെയ്യേണ്ടതുകൊണ്ട് ഞാൻ മുൻപോട്ട് പോകാനായിട്ട് താല്പര്യപ്പെടുക. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചത് പിതാവിനെക്കുറിച്ചും പുത്രനെക്കുറിച്ചും വേദപുസ്തകം ദൈവം എന്ന് വിശേഷിപ്പിക്കുന്നു. അതാണ് നമ്മൾ കണ്ടത്. ഇന്ന് നമ്മൾ തുടർന്ന് വളരെ പെട്ടെന്ന് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് വേദപുസ്തകം എന്താണ് വിശേഷിപ്പിക്കുന്നത്? പഴയ നിയമത്തിൽ നിന്നുള്ള വേദഭാഗങ്ങളാണ് നമ്മൾ ആദ്യം കാണുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ആ വേദഭാഗം ഒന്ന് വായിക്കുമ്പോൾ മറ്റുള്ളവർക്ക് അതൊന്ന് എഴുതിയെടുക്കുവാനുമുള്ള ഒരു സമയം കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ വേദഭാഗം ഒന്ന് വായിപ്പാനായിട്ട് ഞാൻ ആവശ്യപ്പെടുന്നത്. ഐസയ 63:11-14 അവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അതേസമയം തന്നെ ഹഗ്ഗായി പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം 4-5 വാക്യങ്ങൾ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് എന്താണ് പഴയ നിയമം പറയുന്നത്. ഒത്തിരി വേദഭാഗങ്ങളുണ്ട്, ഒന്ന് വായിച്ചോളൂ. അപ്പോൾ അവന്റെ ജനം മോശയുടെ കാലമായ പുരാതന കാലം ഓർത്ത് പറഞ്ഞത്, അവരെ തന്റെ ആടുകളുടെ ഇടയനോടുകൂടെ സമുദ്രത്തിൽ നിന്നും കരയേറുമാറാക്കിയവൻ എവിടെ? അവരുടെ ഉള്ളിൽ തന്റെ പരിശുദ്ധാത്മാവിനെ കൊടുത്തവൻ എവിടെ? അവരുടെ ഉള്ളിൽ തൻ്റെ പരിശുദ്ധാത്മാവിനെ കൊടുത്തവൻ, തൻ്റെ പരിശുദ്ധാത്മാവിനെ, ദൈവത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ വളരെ ഡിസ്റ്റിങ്ക്റ്റായിട്ട് പിതാവായ ദൈവത്തിൽ നിന്നും ഒരു ഡിസ്റ്റിങ്ക്റ്റ് പേഴ്സണായിട്ട് പരിശുദ്ധാത്മാവിനെ പഴയ നിയമം വെളിപ്പെടുത്തുന്നു. പഴയ നിയമത്തിൽ തന്നെ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് നമുക്ക് വായിക്കാനായിട്ട് കഴിയുന്നുണ്ട്. നിങ്ങൾക്ക് ഹഗ്ഗായിയുടെ പ്രവചനം 2-ാം അധ്യായം 4-5 വാക്യങ്ങളോടൊന്ന് വായിച്ചു. ഇപ്പോഴോ സെരുബ്ബാബേലേ, ധൈര്യപ്പെടുക എന്ന് യഹോവയുടെ അരുളപ്പാട്. മഹാപുരോഹിതനായി യഹോസദാക്കിന്റെ മകനായ യോശുവേ, ധൈര്യപ്പെടുക. ദേശത്തിലെ സകല ജനവുമായുള്ളവരെ ധൈര്യപ്പെട്ട് വേല ചെയ്യുവിൻ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടല്ലോ എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. നിങ്ങൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ഞാൻ നിങ്ങളോട് ചെയ്തിരിക്കുന്ന നിയമത്തിന്റെ വചനം ഓർപ്പിൻ. എൻ്റെ ആത്മാവ് നിങ്ങളുടെ ഇടയിൽ വസിക്കുന്നു. നോക്കുക, എൻ്റെ ആത്മാവ് നിങ്ങളുടെ ഇടയിൽ വസിക്കുന്നു. എൻ്റെ പിതാവാകുന്ന ദൈവം പറയുക. അപ്പോൾ ഈ വേദഭാഗങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ ഇത് ഒരു സമയത്ത് പിതാവായിട്ടും വേറൊരു സമയത്ത് ആത്മാവായിട്ടും മറ്റൊരു സമയത്ത് പുത്രനായിട്ടും ഒക്കെ വന്നു എന്ന് പറയുന്ന ആ മോഡലിസ്റ്റിക് അല്ലെങ്കിൽ യേശുനാമക്കാരെന്ന് പറയുന്ന ആ ദുരുപദേശക്കൂട്ടത്തിൻ്റെ പഠിപ്പിക്കലല്ല വേദപുസ്തകം പഠിപ്പിക്കുന്നത്. വേദപുസ്തകം അങ്ങനെ അല്ല പഠിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് പഴയ നിയമത്തിലുണ്ടോ എന്നാണ് അവരുടെ ചോദ്യം. പഴയ നിയമത്തിലുണ്ട്. പിതാവാകുന്ന ദൈവത്തെയും അല്ലെങ്കിൽ ദൈവത്തെയും പരിശുദ്ധാത്മാവിനെയും വ്യത്യസ്തരായിട്ട് പഴയ നിയമം നമ്മളെ പഠിപ്പിക്കുന്നു. The New Testament ascribes to the Spirit the words spoken by the Lord in the Old Testament, identifying the Spirit as the thrice holy Lord. നമുക്കറിയാം, യെശയ്യാവിൻ്റെ പ്രവചനം 6-ാമത്തെ അധ്യായത്തിൽ യെശയ്യാവ് അവിടെ പറയുന്ന ഒരു കാര്യം തന്നെ പുതിയ നിയമത്തിൽ 28-ാമത്തെ അധ്യായം ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ്, അപ്പോസ്തല പ്രവൃത്തി 28-ാമത്തെ അധ്യായം അതിൻ്റെ 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. ഈ വാക്യം നമ്മൾ വായിക്കുന്നത് പഴയ നിയമത്തിൽ യെശയ്യാവിൻ്റെ പ്രവചനത്തിലാണ്. ഓക്കെ, അത് അപ്പോസ്തലനാകുന്ന പൗലോസ് ഉദ്ധരിക്കുമ്പോൾ എങ്ങനെയാണ് പറയുന്നത്? 26 മുതലുള്ള വാക്കൊന്ന് വായിച്ചോളൂ. നിങ്ങൾ ചെവി കൊണ്ട് കേട്ടിട്ടും ഗ്രഹിക്കാതെ ഇരിക്കും,
കണ്ണുകൊണ്ട് കണ്ടിട്ടും കാണാതെ ഇരിക്കും. കണ്ണുകൊണ്ട് കാണാതെയും ചെവി കൊണ്ട് കേൾക്കാതെയും ഹൃദയം കൊണ്ട് ഗ്രഹിച്ച് മനം തിരിയാതെയും ഞാൻ അവരെ സൗഖ്യമാക്കാതെയും ഇരിക്കേണ്ടതിന് ഈ ജനത്തിന്റെ ഹൃദയം തടിച്ചിരിക്കുന്നു. അവരുടെ ചെവി കേൾപ്പാൻ മന്ദമായിരിക്കുന്നു, അവരുടെ കണ്ണ് അടച്ചിരിക്കുന്നു എന്നീ ജനത്തിന്റെ അടുക്കൽ പോയി പറക. ഇത് യെശയ്യാവ് 6-ാം അധ്യായത്തിൽ ദൈവം ഉയർന്നും പൊങ്ങിയതുമാകുന്ന ആ സിംഹാസനത്തിൽ ഇരിക്കുന്ന ദർശനം യെശയ്യാവിനുണ്ടാകുന്ന സന്ദർഭത്തിൽ യെശയ്യാവ് എന്ന പ്രവാചകനെ ഗോഡ് കമ്മീഷനിങ് Isaiah the prophet and giving him a ministry. And what is the ministry that he has to do? He has to say this, says the Lord God Almighty. സർവശക്തനാകുന്ന ദൈവം യെശയ്യാവിനോട് പറയാം, നീ പോയി ഇത് പറയണം. ആ കാര്യമാണ് ഇവിടെ അപ്പോസ്തലനാകുന്ന പൗലോസ് ആ ഉദ്ധരണി എടുത്തിട്ട് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ എന്ന് ഈ ജനത്തിൻ്റെ അടുക്കൽ പോയി പറക. അടുത്തത് വായിച്ചോളൂ ആ വേദഭാഗം. അപ്പോസ്തല പ്രവൃത്തി അടുക്കൽ പോയി പറക എന്നിങ്ങനെ പരിശുദ്ധാത്മാവ് യെശയ്യാ പ്രവാചകൻ മുഖാന്തരം എന്നിങ്ങനെ പരിശുദ്ധാത്മാവ് യെശയ്യാ പ്രവാചകൻ മുഖാന്തരം നിങ്ങളുടെ പിതാക്കന്മാരോട് പറഞ്ഞിരിക്കുന്നത് ശരി തന്നെ. പഴയ നിയമത്തിൽ യെശയ്യാവ് ദൈവത്തെ കണ്ടു. ആ ദൈവം പറയുന്ന വാക്കുകളെ പൗലോസ് അപ്പോസ്തല പ്രവൃത്തിയിൽ അത് പരിശുദ്ധാത്മാവ് പറയുന്നതായി അവിടെ ഉദ്ധരിക്കുക. ഇനിയും പഴയ നിയമത്തിൽ നമുക്കറിയാം, യഹോവയാകുന്ന ദൈവം ഇസ്രയേൽ ജനവുമായിട്ടൊരു കവനന്റ് റിലേഷൻഷിപ്പിലേക്കാണ് വരുന്നത്. ഒരു കവനന്റ്, ഒരു ഉടമ്പടിയാണ്. ആ കവനന്റ് റിലേഷൻഷിപ്പിനെ കുറിച്ച് ദൈവം പറയുമ്പോൾ പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ ഇനിയും ദൈവം അവരോട് ചെയ്യാൻ പോകുന്ന ഒരു ഉടമ്പടി, ഒരു പുതിയ ഉടമ്പടിയുണ്ട്. ആ പുതിയ ഉടമ്പടിയെക്കുറിച്ച് പറയുന്ന വാക്കുകളൊന്ന് ശ്രദ്ധിക്കാമോ? യെരമ്യാവിൻ്റെ പ്രവചനത്തിൽ നിന്നും, യെരമ്യാവിൻ്റെ പ്രവചനം 31:33 മുതൽ 34 വരെയും എബ്രായ ലേഖനം 10:15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ, ഈ വേദഭാഗങ്ങളൊന്ന് വായിക്കണം. എന്നാൽ ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു. ഞാൻ എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായും ഇരിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. നോക്കുക, ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായും ഇരിക്കുമെന്ന് ആരുടെ അരുളപ്പാട്? യഹോവയുടെ അരുളപ്പാട്. അപ്പോൾ യഹോവയുടെ അരുളപ്പാട് പുതിയ നിയമത്തിൽ എബ്രായ ലേഖനത്തിൽ 10-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം മുതലൊന്ന് വായിച്ചേ. അത് പരിശുദ്ധാത്മാവ് നമുക്ക് സാക്ഷീകരിക്കുന്നു. എന്ത്? എന്നാൽ ഈ കാലം കഴിഞ്ഞ ശേഷം, വായിച്ചു. എന്നാൽ ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ അവരോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു. എന്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതുമെന്ന് കർത്താവിന്റെ അരുളപ്പാട് എന്നരുളി ചെയ്ത ശേഷം അവരുടെ പാപങ്ങളെയും അകൃത്യങ്ങളെയും ഞാൻ ഇനി ഓർക്കുകയുമില്ല എന്നരുളി ചെയ്യുന്നു. എന്നാൽ ഇവയുടെ മോചനമുള്ളയിടത്ത് ഇനിമേൽ പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗവും ആവശ്യമില്ല. നോക്കുക, നമ്മളവിടെ വായിക്കുന്നു, അവിടെ 15 മുതലുള്ള വാക്യങ്ങളിൽ പഴയ നിയമത്തിൽ യഹോവയാകുന്ന ദൈവം ഒരു കവനന്റ് റിലേഷൻഷിപ്പിലേക്ക് ഇസ്രായേൽ മക്കളുമായിട്ട്, പഴയ കവനന്റ് അല്ല, പഴയ ഉടമ്പടി അല്ല, ഞാനൊരു പുതിയ ഉടമ്പടി ചെയ്യാൻ പോകുകയാണ് എന്ന് പുതിയ നിയമത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആ ന്യൂ കവനന്റിനെ കുറിച്ച് പറയുന്നത് നമ്മൾ പുതിയ നിയമത്തിൽ കാണുന്നത്. അത് പരിശുദ്ധാത്മാവും നമുക്ക് സാക്ഷീകരിക്കുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവ് ആരാകുന്നു? പരിശുദ്ധാത്മാവ് ദൈവമാകുന്നു. ഓക്കെ, ഇനിയും നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിലെ ഒരു വേദഭാഗത്തേക്ക് നമുക്ക് പെട്ടെന്ന് കടന്നു വരാം. നമുക്കറിയാം, നമുക്ക് വളരെ ഫെമിലിയറായിട്ടുള്ള ഒരു വേദഭാഗമാണ് അപ്പോസ്തല പ്രവൃത്തിയിൽ
5-ാമത്തെ അധ്യായത്തിൽ അനന്യാസിൻ്റെയും സഫീറയുടെയും സംഭവം, ആ സംഭവം രേഖപ്പെടുത്തുമ്പോൾ ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. അതിൻ്റെ കാരണം ദ സ്പിരിറ്റ് ഈസ് ഗോഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവമാകുന്നു. അതിൻ്റെ കാര്യം എന്നാ? ഫോർ ഹി നോസ് ദ സീക്രട്ട് തോട്ട്സ് ഓഫ് മെൻ. ആ സ്ലൈഡ് ഒന്ന് കാണിക്കാമോ? ആൻഡ് ടു ലൈ ടു ദ ഹോളി സ്പിരിറ്റ് ഈസ് ടു ലൈ to God and suffer. Can you show the slide, please? Yeah, thank you. നോക്കുക, ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ദൈവത്തിന് മാത്രമേ സകലവും അല്ലെങ്കിൽ സകല രഹസ്യങ്ങളും അറിയാൻ കഴിയത്തുള്ളൂ. ഇവിടെ ഈ 5-ാമത്തെ അധ്യായം നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ 3-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. അപ്പോൾ പത്രോസ്, അനന്യാസേ, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാനും നിലത്തിന്റെ വിലയിൽ. അപ്പോൾ പത്രോസ് പറയുകയാണ്, പരിശുദ്ധാത്മാവിനോട് നീ എന്ത് ചെയ്തു? വ്യാജം കാണിച്ചു. വ്യാജം കാണിച്ചു. ഓക്കെ. എന്നിട്ട് അതിൻ്റെ 4-ാം വാക്യം വായിച്ചേ. അത് വിൽക്കും മുൻപേ നിന്റേതല്ലായിരുന്നുവോ? വിറ്റ ശേഷവും നിന്റെ കൈവശമല്ലാഞ്ഞുവോ? ഈ കാര്യത്തിന് നീ മനസ്സ് വെച്ചത് എന്ത്? മനുഷ്യരോടല്ല, ദൈവത്തോട് അത്രേ നീ വ്യാജം കാണിച്ചത് എന്ന് പറഞ്ഞു. നമ്മൾ മുകളിലത്തെ വാക്യത്തിൽ കണ്ടത്. 3-ാമത്തെ വാക്യത്തിൽ അവിടെ പത്രോസ് പറയുന്നത്, നീ വ്യാജം കാണിച്ചത് ആരോടാ? പരിശുദ്ധാത്മാവിനോട്. എന്നാൽ അടുത്ത വാക്യത്തിൽ പറയുകയാണ്, ആ പരിശുദ്ധാത്മാവിനോട് നീ വ്യാജം കാണിച്ചപ്പോൾ നീ ആരോടല്ല വ്യാജം കാണിച്ചത്? മനുഷ്യരോടല്ല, ദൈവത്തോടത്രേ. അപ്പോൾ പരിശുദ്ധാത്മാവ് ദൈവം ആകുന്നു. ഗോഡ് ദ ഹോളി സ്പിരിറ്റ്. അപ്പോൾ ആൻഡ് ടു ലൈ ടു ദ ഹോളി സ്പിരിറ്റ് ഈസ് ടു ലൈ to God and suffer punishment. അപ്പോൾ പരിശുദ്ധാത്മാവിനോട്, പ്ലീസ് ഷോ ദ സ്ലൈഡ്. പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തോട് വ്യാജം കാണിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. ക്യാൻ യു ഷോ ദ സ്ലൈഡ്? എനിക്ക് തോന്നുന്നു നമ്മൾ വേദഭാഗം നമ്മൾ വായിച്ചാൽ മതി. ആ സ്ലൈഡിൻ്റെ പേജ് ഓപ്പൺ ആക്കി ഇട്ട് കഴിഞ്ഞാൽ നന്നായിരിക്കും. ഓക്കെ. അടുത്തതായിട്ട്, ദ ഹോളി സ്പിരിറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ദ ആട്രിബ്യൂട്ട്സ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദൈവവചനത്തിൽ ദൈവത്തിനുള്ള സകല സ്വഭാവ വിശേഷണങ്ങളും, ദൈവത്തിൻ്റെ സവിശേഷമാകുന്ന സ്വഭാവ വിശേഷണങ്ങൾ ദൈവത്തെക്കുറിച്ച് പറയുന്നത് ആരെക്കുറിച്ച് പറയുന്നു? പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറയുന്നു. നമുക്കറിയാം, നമ്മുടെ വാഴ്ത്തപ്പെട്ടവനാകുന്ന കർത്താവിൻ്റെ ജനനം ഇമ്പോസിബിളായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ J.I. പാക്കർ എന്ന കർത്താവിൻ്റെ ഭൃത്യൻ എഴുതിയ മനോഹരമാകുന്ന ഒരു ബുക്കുണ്ട്, നോവിങ് ഗോഡ്. അത് ആ പുസ്തകവും നോൺ ടെക്നിക്കലല്ല എന്ന് പറഞ്ഞാൽ വലിയ തിയോളജിയന്മാർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ എഴുതിയ ബുക്കല്ല. വളരെ ലേമാൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു ബുക്കാണ്. J.I. പാക്കർ ഇവിടെ കുറുങ്ങ് എന്നൊക്കെ പറയുന്ന നല്ലൊരു ബുക്ക് സ്റ്റോളുണ്ട് കേട്ടോ. നമ്മൾ അവിടെയൊക്കെ ഒന്ന് പോകണം. വെറുതെ ഈ KFCക്കൊക്കെ കൊടുക്കുന്ന, KFCയോ വാട്ട് എവർ ഇറ്റ് ഈസ്, ഹംഗ്രി ജാക്സോ, അതിൻ്റെ ആ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല പുസ്തകങ്ങൾ മേടിക്കാം. നല്ല ബുക്സ് ഉണ്ട് അവിടെ. ഓക്കെ, ഈ ബുക്കൊക്കെ അവിടെ അവൈലബിൾ. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. J.I. പാക്കർ എഴുതിയ നോവിങ് ഗോഡ് എന്നൊരു ബുക്കുണ്ട്. മനോഹരമാണ് ആ ബുക്ക്. ഞാൻ പറഞ്ഞല്ലോ, അത് ഞങ്ങളെപ്പോലെ ഒത്തിരി സമയം വേദപുസ്തകം പഠിക്കുന്നവർക്ക് മാത്രം മനസ്സിലാകുന്ന ഭാഷയിലല്ല,
ലേമാന് മനസ്സിലാകുന്ന ഭാഷയിൽ, ഇംഗ്ലീഷ് ഭാഷയില്ല, പക്ഷേ എല്ലാവർക്കും മനസ്സിലാകുന്ന നിലയിൽ ലളിതമായിട്ട് എഴുതിയ ഒരു ബുക്കാണ്. അത് കിട്ടുമെങ്കിൽ വാങ്ങി ഒന്ന് വായിക്കുന്നത് നല്ലതാണ്. വായിക്കുകയല്ല, അതൊരു റെഫറൻസ് ടൂളായിട്ട് വീട്ടിൽ വെക്കുന്നത് നല്ലതാണ്. നല്ല ബുക്കാണ്, ഞാനത് റെക്കമെൻഡ് ചെയ്യുക. എനിവേ, ആ പുസ്തകത്തിൽ അദ്ദേഹം നമ്മുടെ കർത്താവിൻ്റെ ജഡത്തിലുള്ള വെളിപ്പാടിനെക്കുറിച്ച് പറയുന്ന ഒരു സെൻറ്റൻസ് ഞാൻ ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് വായിച്ചതാണ്. അത് ഞാൻ അങ്ങനെയുള്ള സെൻറ്റൻസ് ഒന്നും ഞാൻ മറക്കുകയില്ല. അദ്ദേഹം പറയുന്ന വാക്ക് ഇങ്ങനെയാണ്: when you think about the virgin birth of our Lord Jesus Christ, അത് പറയാനുള്ള കാരണം, അതായത് ഈ കർത്താവിൻ്റെ മരിച്ചവരിൽ നിന്നുള്ള ഉയർപ്പിനെ കുറിച്ച് പറയുമ്പോഴാണ് many people think rising from the dead is such an unbelievable thing. സാധാരണഗതി മനുഷ്യർക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പോൾ യേശു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് ചരിത്രം സാക്ഷീകരിക്കുന്നൊരു കാര്യമാണ്. ചരിത്രപരമാകുന്ന നിലയിൽ അതിനെ തെളിയിക്കാനായിട്ട് രേഖകളുണ്ട്. ഓക്കെ, വേദപുസ്തക രേഖകൾ മാത്രമല്ല, അല്ലാതെ അതിലേക്ക് വെളിച്ചം വീശുന്ന ഒരുപാട് സൂചനകൾ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. ആകട്ടെ, ചരിത്രപരമായിട്ട് യേശുവിൻ്റെ ഉയർപ്പെന്നുള്ളത് വിശ്വസിക്കാൻ പ്രയാസമുള്ളൊരു കാര്യമാണ്. എന്നാൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ബട്ട് വെൻ യു തിങ്ക് അബൌട്ട് ദ virgin birth of our Lord, it becomes so staggering. The more you think about that, the more staggering it becomes. ഈ ഒരു സെൻറ്റൻസ് അദ്ദേഹം പറഞ്ഞത്. യേശു കർത്താവിൻ്റെ കന്യകാ ജനനം, അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ അത് നമ്മുടെ ചിന്തകൾക്ക് അതീതമാണ്, നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നതിന് അപ്പുറമാണ്. ആ ഒരു കാര്യം സാധിക്കുന്നതെങ്ങനെയാണെന്ന് ഇവിടെ നമ്മൾ വായിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ how the Lord Jesus Christ, the eternal Son of God, He takes upon Himself the flesh and blood of humanity. He shares our humanity and born in a virgin. അതെങ്ങനെ സാധ്യമാകുന്നു? ഒരു കാര്യമേ ഉള്ളൂ അതിൻ്റെ ഉത്തരം. ലൂക്കോസ് 1:34 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചാൽ നമുക്കറിയാവുന്ന വാക്യങ്ങൾ, എങ്കിലും ഒന്ന് വായിച്ചു. മറിയ ദൂതനോട്, ഞാൻ പുരുഷനെ അറിയായികയാൽ ഇതെങ്ങനെ സംഭവിക്കുമെന്ന് പറഞ്ഞു. See, this is the question. അവിടെ ഒരു പ്രധാനപ്പെട്ട വിഷയം, ഇതെങ്ങനെ സംഭവിക്കും? ഉടനെ മറുപടി, അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. നോക്കുക, അപ്പോൾ by the Spirit's omnipotence, the humanly impossible event of Christ's conception in the womb of the Virgin Mary took place. അപ്പോൾ അത് പരിശുദ്ധാത്മാവിനാൽ, അതിൻ്റെ അർത്ഥം പരിശുദ്ധാത്മാവ് സർവശക്തിയുള്ള ദൈവമാകുന്നു. ഇനിയും ഞാനത് അവിടുന്ന് ഞാൻ ഒരു ചെറിയൊരു ആപ്ലിക്കേഷൻ നമ്മുടെ ബന്ധത്തിൽ നിന്ന് പറഞ്ഞോട്ടെ. നമ്മളോടും കർത്താവിൻ്റെ വചനം ആവശ്യപ്പെടുന്ന ഒത്തിരി കാര്യങ്ങളുണ്ടല്ലോ, ഇല്ലേ? കർത്താവിനെ പോലെ ആകണം, ഇല്ലേ? ക്രിസ്തുവിൻ്റെ ഭാവം നമ്മിൽ ഉണ്ടാകണം. അപ്പോൾ പോവർട്ടി ഓഫ് സ്പിരിറ്റ് ഉള്ള ഒരാൾ എന്നോ പറയും, ലോർഡ്, ഹൗ ക്യാൻ ദിസ് ഈസ് പോസിബിൾ? അല്ലേ? എൻ്റെ കൂടെ ഉണ്ടോ എല്ലാവരും? മറിയ ചോദിച്ച അതേ ചോദ്യം ചോദിക്കും.
ഹൗ ഇറ്റ് ഈസ് പോസിബിൾ ലോർഡ്? ഉത്തരം ഒന്നേ ഉള്ളൂ. എന്താ ഉത്തരം? മറിയോട് പറഞ്ഞ ഉത്തരം തന്നെയാ. എന്താ ഉത്തരം? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. അടുത്തത്, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ. ഹൗ Christ's humility can be seen in me only by the Holy Spirit. See, നമ്മളൊക്കെ പറയും, ഇനി അടുത്ത ആഴ്ച അതൊക്കെ വരുന്നുണ്ടേ, നമ്മളൊക്കെ പറയുന്ന ഒരു കാര്യം, ഇന്നാൾ നല്ല ആളാ. ഗുഡ്, നല്ല ആൾക്കാരുണ്ട്. പക്ഷെ പ്രശ്നം എന്നാ? ഇവിടുത്തെ വിഷയം ഹ്യൂമൻലി നമ്മളെല്ലാം ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ടവരാ. ഈ സാദൃശ്യവും സ്വരൂപവും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണും കൈയും ഒന്നുമല്ല. ഓക്കെ, അത് വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ സാദൃശ്യം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ദിവ്യമാകുന്ന ഗുണങ്ങൾ, സ്നേഹം, കരുണ, മനസ്സലിവ്, ദയ, ഇതൊക്കെ മനുഷ്യനിൽ മനുഷ്യനെ സൃഷ്ടിച്ചത്. അത് അങ്ങനെയാണ് നമ്മൾ ദൈവത്തോട്. അല്ലാതെ ഓഫ്കോഴ്സ് ഐ ഡോണ്ട് നോ, ഓഫ്കോഴ്സ് ദൈവത്തിൻ്റെ കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്താണ് പറയുന്നത്, ആന്ത്രോപോമോർഫിക് ലാംഗ്വേജ്, അത് വേദപുസ്തകത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ കണ്ണ്, കയ്യ്, കാല്, ചെവി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, നാവ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെങ്കിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ ചില ഗുണങ്ങൾ മനുഷ്യനിൽ തന്നു. പക്ഷെ പാപം നിമിത്തം എന്തോ പറ്റിയെന്നറിയാമോ? അതങ്ങ് നഷ്ടപ്പെട്ടെങ്കിൽ പോലും, പാപത്താൽ അല്ലെ വീഴ്ചയാൽ ഗുണങ്ങളൊക്കെ നഷ്ടപ്പെട്ടെങ്കിൽ പോലും മനുഷ്യനിൽ ചില ഗുണങ്ങൾ ദൈവം എന്ത് ചെയ്തിട്ടുണ്ട്? തന്നിട്ടുണ്ട്. അത് തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഗുണങ്ങൾ ചിലർക്ക് ചില നല്ല ഗുണങ്ങളുണ്ടാകും ഇല്ലേ? ചിലർ, നമ്മൾ വായിക്കത്തില്ലേ, ചില നാട്ടിലൊക്കെ ചില മദ്യപന്മാരില്ലേ, പക്ഷേ എന്തോ നല്ല സ്വഭാവമായിരിക്കും അല്ലേ? ഉപകാരികളായ മദ്യപന്മാരുണ്ട്, എത്ര നല്ല കള്ളുകുടിയന്മാരുണ്ട് അറിയാം. അപ്പം നമ്മൾ അവൻ കള്ളുകുടിയനാണേലും അവൻ ആ ഒരു ഗുണമുണ്ട്. നമ്മൾ പലപ്പോഴും സഭയിലെ കാര്യങ്ങളും ഇങ്ങനെയാണ് പറയുന്നത്. അയാൾ ഇച്ചിരി മുൻകോപിയൊക്കെ ഉണ്ട്, എന്നാലും വേണ്ടിയല്ല, നല്ലൊരു മനുഷ്യനാണ്. നല്ല മനുഷ്യനല്ലെന്ന് ആര് പറഞ്ഞു? നല്ല മനുഷ്യൻ തന്നെയാ. പക്ഷേ ആ നല്ല മനുഷ്യത്വം കൊണ്ട് കർത്താവിൻ്റെ സ്റ്റാൻഡേർഡിലോട്ട് നമ്മളാരും വരികയില്ല. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ഫോർ ഓൾ ഓഫ് അസ്. കാരണം അവിടെ നല്ല മനുഷ്യനാ ഞാൻ, പക്ഷെങ്കിൽ എനിക്ക് കോപമാ, പോയില്ലേ മുഴുവൻ. അവിടെ എന്താണ് എനിക്ക് ആവശ്യം? എനിക്ക് വേണ്ടത് അത്യുന്നതൻ്റെ ശക്തി എൻ്റെ മേൽ നിഴലിടുകയാണ് വേണ്ടത്. കാരണം എനിക്ക് പറ്റുകയില്ല. ഹൗ ക്യാൻ ഐ ലോർഡ്, ആസ് മേരി ആസ്ക്ഡ്. മറിയ എന്താ ചോദിച്ചത്? ഇതെങ്ങനെ സംഭവിക്കും കർത്താവേ? ഉത്തരം, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ നിഴലിടും, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, നിൻ്റെ ഉള്ളിൽ നിന്നൊരു വിശുദ്ധ പ്രജ ഉത്ഭവിക്കും. അതിന് നമ്മൾ ഒരുക്കമാണോ? ഒരുക്കമാണെങ്കിൽ ക്രൈസ്റ്റ് നമ്മിൽ കാണാൻ തുടങ്ങും. ആകട്ടെ, ഞാൻ എൻ്റെ വിഷയം അതല്ല, എങ്കിലും ഒരു പ്രബോധനം പറയാൻ അവസരം കിട്ടിയപ്പോൾ ഞാനങ്ങ് പറഞ്ഞതാ. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ വിഷയം എന്താ? ഗോഡ് ദ ഹോളി സ്പിരിറ്റ് ഈസ് ഗോഡ് ദ ഓൾമൈറ്റി. ഹി ഈസ് ഓൾമൈറ്റി. ഓക്കെ, അടുത്തത്, ദ സ്പിരിറ്റ് ഈസ് ദ ഗിവർ ഓഫ് ലൈഫ്, വെദർ ടു ദ ആനിമൽ വേൾഡ്, the spiritually dead souls of sinners, or the mortal bodies of the saints at the resurrection from the dead. പരിശുദ്ധാത്മാവ് ജീവൻ നൽകുന്നവനാണ്. മൃഗജാലങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്
അവയ്ക്ക് ജീവൻ നൽകുന്നു. 104 സങ്കീർത്തനം 30 വാക്യം ഒന്ന് വായിച്ചോളൂ. Psalm 104:30. നീ നിന്റെ ശ്വാസം അയക്കുമ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു. നീ ഭൂമിയുടെ മുഖത്തെ പുതുക്കുന്നു. Can somebody read in English? Yeah, you send forth your spirit. അവിടെ ശ്വാസം എന്ന് പറയാൻ കാര്യം എന്നറിയാമോ? എന്താ പറയുന്നത്, ഓൾഡ് ടെസ്റ്റ്മെൻറ്റിൻ്റെ ഗ്രീക്ക് പരിഭാഷയാകുന്ന സെപ്റ്റുവജൻ്റ്, നിങ്ങൾ കേട്ടിട്ടുണ്ട് സെപ്റ്റുവജൻ്റ്. ഓൾഡ് ടെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് എബ്രായ ഭാഷയെ, എന്നാൽ അത് ഗ്രീക്കിലേക്ക് തർജ്ജിമ ചെയ്തപ്പോൾ അതിന് പറയുന്ന പേര് സെപ്റ്റുവജൻ്റ് എന്നാണ്. ആ സെപ്റ്റുവജൻ്റിൽ നിന്നാണ് നമ്മുടെ മലയാളം വേദപുസ്തകമൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തത്. എന്നാൽ ഇപ്പോൾ ആ പഴയ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള എബ്രായ കൈയെഴുത്ത് അവൈലബിളായിട്ടുള്ള പ്രതികളിൽ നിന്ന് ട്രാൻസ്ലേഷൻ നടക്കുന്നുണ്ട്. പല ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻസൊക്കെ ലേറ്റസ്റ്റ് ആയിട്ടുള്ളതൊക്കെ അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ESV ഒക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ അവിടെ പഴയ നിയമത്തിൽ, ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ എനിക്ക് ഭാഷയൊന്നും അറിയത്തില്ലെങ്കിലും അവിടെ ഉപയോഗിച്ചിരിക്കുക ന്യൂമ എന്ന പദം. ന്യൂമ, ബ്രത്ത്, കാറ്റ്, ശ്വാസം എന്നൊക്കെയുള്ള നിലയിൽ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് മലയാളം വേദപുസ്തകത്തിൽ നമ്മളിപ്പോൾ വായിച്ചതുപോലെ അത്യുന്നതിന്റെ ശക്തി നിന്റെ മേൽ അതല്ല 104:30. നീ നിന്റെ ശ്വാസം അയക്കുമ്പോൾ അതിന് ഇംഗ്ലീഷിൽ when you send forth your spirit they are created. നോക്കിയോ, നിന്റെ ശ്വാസം അയക്കുമ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു. ദൈവമേ, അങ്ങയുടെ ആത്മാവിനെ അയക്കുമ്പോൾ അവ എന്ത് ചെയ്യുന്നു? സൃഷ്ടിക്കപ്പെടുന്നു. ആനിമൽ വേൾഡിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് മൃഗജാലങ്ങളെക്കുറിച്ച്, ജീവജാലങ്ങളെക്കുറിച്ച് പറയുക. ദൈവമേ, അങ്ങ് അവിടുത്തെ ആത്മാവിനെ അയക്കുമ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു. ഇനിയും ആത്മാവിനെ അയക്കുമ്പോൾ സൃഷ്ടിക്കപ്പെടുന്നത് ആനിമൽ വേൾഡ് മാത്രമല്ല, പിന്നെന്താ? ദ സ്പിരിച്വലി ഡെഡ് സോൾസ് ഓഫ് സിന്നേഴ്സ്. ആത്മീകമായി മൃതരായിരിക്കുന്ന പാപികളുടെ ആത്മാവിനെക്കുറിച്ച് ഈ 2 വാക്യങ്ങളൊന്ന് വായിക്കണം. യോഹന്നാൻ്റെ സുവിശേഷം 6:63, 2 കൊരിന്ത്യർ 3:6. ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു. ജീവിപ്പിക്കുന്നത് ആരാകുന്നു? ആത്മാവാകുന്നു. മോളെ ഒന്ന് വായിക്കാമോ ഇംഗ്ലീഷിൽ? It is the Spirit. It is the Spirit, referring to the Holy Spirit. It is the Spirit who gives life. അത് അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരെ കുറിച്ചാണ് പറയുന്നത്. It is the Spirit who gives life. 2 Corinthians 3:6. അവൻ ഞങ്ങളെ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകന്മാരാക്കുവാൻ പ്രാപ്തരാക്കി. അക്ഷരത്തിന്റെ ശുശ്രൂഷകന്മാരല്ല, ആത്മാവിന്റെ ശുശ്രൂഷകന്മാരത്രേ. അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. The Spirit gives life. The Spirit gives life. Okay. ഇനിയും നമ്മെക്കുറിച്ച് വിശുദ്ധന്മാരുടെ മരണത്തിൽ നിന്നുള്ള പുനരുത്ഥാനത്തെക്കുറിച്ച് റോമർ 8:11. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തുയേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് എന്നുള്ള പ്രയോഗം മുകളിൽ നിന്ന് പറഞ്ഞ് വായിച്ചു വരുമ്പോൾ ദൈവമക്കളെ കുറിച്ചാണ് പറയുന്നത്. ദൈവമക്കളെ കുറിച്ചാണ് പറയുന്നത്. അത് എങ്കിൽ, ഇഫ് എന്ന് പറയുമ്പോൾ സോ എന്ന അർത്ഥമാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ കാര്യം. സിൻസ് യു ആർ ദ ചിൽഡ്രൻ ഓഫ് ഗോഡ്, മുകളിൽ പറഞ്ഞ കാര്യം, ക്രിസ്തുയേശു ഉള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല എന്ന് പറയുന്ന ദൈവമക്കളെ കുറിച്ചുള്ള കാര്യമാണ്. അപ്പോൾ ആ പരിശുദ്ധാത്മാവ് നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങളുടെ വായിച്ചോ, ക്രിസ്തുയേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് വസിക്കുന്ന തന്റെ ആത്മാവിനാൽ നിങ്ങളുടെ മർത്യശരീരങ്ങളെയും ശരീരങ്ങളെയും ജീവിപ്പിക്കും. നോക്ക്, അപ്പോൾ പരിശുദ്ധാത്മാവ് ജീവൻ നൽകുന്നു. ആനിമൽ വേൾഡിന് അതിനെ സൃഷ്ടിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ജീവനാണ്.
പാപത്തിൽ മരിച്ചവരാകുന്ന പാപികളെ ഉയർപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ഇനി അതുമാത്രമല്ല, പാപത്തിൽ നിന്നും ഉയർപ്പിക്കപ്പെട്ട വിശുദ്ധന്മാരെ കർത്താവിൻ്റെ കാഹളനാദത്തിങ്കൽ ഉയർപ്പിക്കുന്നത് ആരാണെന്നാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്? പരിശുദ്ധാത്മാവ് ഉയർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് വേദപുസ്തകം പറയുന്ന കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. God's Spirit is good. God's Spirit is good, which we experience when He leads us in good ways. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, നല്ല ആത്മാവ് എന്ന് വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു. നെഹമ്യാവ് 9:20, നെഹമായ 9:20, അവരെ ഉപദേശിക്കേണ്ടതിന് നീ നിൻ്റെ നല്ല ആത്മാവിനെ കൊടുത്തു. 143:10-11, നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ, നീ എൻ്റെ ദൈവമാകുന്നല്ലോ, നിൻ്റെ നല്ല ആത്മാവ് നേർനിലത്തിൽ എന്നെ നടത്തുമാറാകട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, ഗോഡ്സ് ഹോളി സ്പിരിറ്റ്, ഹി വിൽ ഓൾവേസ് ലീഡ് ഇൻ ഗുഡ് പാത്ത്. നല്ല വഴികളിൽ പരിശുദ്ധാത്മാവ് നമ്മെ നടത്തും. നമ്മൾ പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ടാൽ മാത്രം മതി. In his simplicity, we may say regarding the spirit of truth, അതായത് വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ, സ്പിരിറ്റ് ഓഫ് ട്രൂത്ത്, സത്യത്തിൻ്റെ ആത്മാവ് എന്ന് നമ്മൾ പറയുന്ന യോഹന്നാൻ 16:13, 1 യോഹന്നാൻ 4:6 ഈ വേദഭാഗങ്ങളിൽ സത്യത്തിൻ്റെ ആത്മാവ് എന്നാണ് പരിശുദ്ധാത്മാവിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ 1 യോഹന്നാൻ 5:6 ഇംഗ്ലീഷ് ബൈബിളിൽ, മലയാളം ബൈബിളിൽ 5:7 ഒന്ന് വായിച്ചോളൂ. ആത്മാവ് സാക്ഷ്യം പറയുന്നു, ആത്മാവ് സത്യമല്ലോ. അതിൻ്റെ 7-ാം വാക്യം വായിച്ചാൽ ആദ്യം മലയാളത്തിൽ. 7-ാം വാക്യം. ജലത്താലും രക്തത്താലും വന്നവൻ ഇവനാകുന്നു, യേശുക്രിസ്തു തന്നെ. ജലത്താൽ മാത്രമല്ല, ജലത്താലും രക്തത്താലും തന്നെ. ആത്മാവ് സാക്ഷ്യം പറയുന്നു, ആത്മാവ് സത്യമല്ലോ. ആത്മാവ് സത്യമല്ലോ. അപ്പോൾ യോഹന്നാൻ 16:13, 1 യോഹന്നാൻ 4:6 ഒക്കെ നമ്മൾ വായിക്കുന്നത് ദ സ്പിരിറ്റ് ഓഫ് ട്രൂത്ത്, സത്യത്തിൻ്റെ ആത്മാവ് എന്ന് പറയുമ്പോൾ 1 യോഹന്നാൻ 5:7 മലയാളം വേദപുസ്തകത്തിൽ, 5:6 ഇംഗ്ലീഷ് വേദപുസ്തകത്തിൽ ദ സ്പിരിറ്റ് ഈസ് ട്രൂത്ത്, ആത്മാവ് സത്യമാകുന്നു. ഇനിയും ദ സ്പിരിറ്റ് ഓഫ് ലൈഫ്, ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എന്ന് റോമാലേഖനം 8:2 നമ്മൾ വായിക്കുന്നെങ്കിൽ 8:10 എന്താ നമ്മൾ വായിക്കുന്നത്? ഒന്ന് വായിച്ചോ. ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ ശരീരം പാപനിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു. ആത്മാവ്, ദ സ്പിരിറ്റ് ഈസ് ലൈഫ്, ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു. God is incomprehensible to us, but the Holy Spirit searches the deep things of God, just as a man knows himself. നോക്കുക, അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട ചിന്തയാണ്. 1 കൊരിന്ത്യർ 2-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തെ നമുക്ക് കോംപ്രിഹെൻഡ് ചെയ്യുവാൻ കഴിയുന്നതല്ല, എന്നാൽ ദൈവത്തെ പരിശുദ്ധാത്മാവ് മനസ്സിലാക്കുന്നു, കോംപ്രിഹെൻഡ് ചെയ്യുന്നു. അതിൻ്റെ അർത്ഥം എന്താ? പരിശുദ്ധാത്മാവ് ദൈവമാണ്, അല്ലേ? ഒന്ന് വായിച്ചോളൂ. 1 കൊരിന്ത്യർ 2:9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല. അതിൻ്റെ ഇടയ്ക്കൊന്ന് പറഞ്ഞോട്ടെ, ഈ വാക്യമൊക്കെ നമ്മുടെ ഫേവറേറ്റ് വേഴ്സാ. അത് മുകളിൽ നിന്ന് താഴോട്ട് വായിക്കണേ. താഴോട്ട് വായിക്കുന്നുണ്ടേ അവിടെ വളരെ ക്ലിയറാണ്.
ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലെന്നൊക്കെ. ഇതൊന്നും നമ്മുടെ ടെമ്പറലായിട്ട് ദൈവം നമുക്ക് തരുന്ന അവിടുത്തെ കരുണയിൽ തരുന്ന ദാനത്തെക്കുറിച്ചല്ല പറയുന്നത്. അത് നമ്മൾ വെറുതെ എടുത്ത് ഉപയോഗിക്കരുത്. അതിനെക്കുറിച്ചല്ല പ്രിയപ്പെട്ടവരെ പറയുന്നത്. അവിടെ എന്താ പറയുന്നത്? മുകളിലത്തെ വാക്യം നോക്കിയാൽ മനസ്സിലാവും. ഇത് വിഷയമല്ലെങ്കിലും പറഞ്ഞ കാര്യം അങ്ങ് പറയട്ടെ. അതായത് മുകളിലത്തെ വേദഭാഗത്ത് പറയുകയാണ്, ലോകത്തിൻ്റെ ജ്ഞാനികളുണ്ടല്ലോ. നിങ്ങൾ വായിച്ചു നോക്കണം വീട്ടിൽ പോയി. മുകളിലത്തെ വാക്യം 5 മുതൽ വായിച്ചു നോക്കണം, 2:5 മുതൽ. ലോകത്തിൽ വലിയ ജ്ഞാനികളുണ്ട്, ലോകത്തിൽ വലിയ പ്രഭുക്കന്മാരുണ്ട്. പക്ഷെങ്കിൽ അവർക്കാർക്കും നമുക്ക് കിട്ടിയ കൊരിന്ത്യരോട് പറയുക ലോകാഭിപ്രായപ്രകാരം വലിയ ജ്ഞാനികളും വലിയ വിദഗ്ധന്മാരും പണ്ഡിതന്മാരൊക്കെ ഉണ്ട്. പക്ഷെങ്കിൽ അവർക്കാർക്കും യേശു ആരാന്ന് വെളിപ്പെട്ടില്ലായിരുന്നു. എന്നാൽ നമുക്കോ ദൈവം തൻ്റെ ആത്മാവിനാൽ. കാരണം അവിടെ മോളി പറയുന്നുണ്ട്, അങ്ങനെ അവർ അറിഞ്ഞിരുന്നെങ്കിൽ അവരെന്തോ ചെയ്യുകയില്ലായിരുന്നു, തേജസ്സിൻ്റെ കർത്താവിനെ ക്രൂശിക്കയില്ലായിരുന്നു. നോക്കണം, അവർക്കറിയത്തില്ലായിരുന്നു ക്രിസ്തു ആരാന്ന് അറിയത്തില്ലായിരുന്നു. അവർ ജ്ഞാനികളായിരുന്നു, പക്ഷേ അവർക്കറിയത്തില്ലായിരുന്നു. പക്ഷേ ദൈവം നമുക്ക് എന്തോ ചെയ്തു? ദൈവം വായിച്ചോ, താഴോട്ടൊന്ന് വായിച്ചോ. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് അതിൻ്റെ മുകളിലത്തെ വാക്യം അത് ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർ ആരും അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കയില്ലായിരുന്നു. അടുത്തത് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത്. എന്നിട്ട് പൗലോസ് അവിടെ ചെയ്യുന്ന ഒരു കാര്യം, പഴയ നിയമത്തിൽ നിന്നും ഒരു വേദഭാഗം എടുത്ത് ഉദ്ധരിക്കുക. അതായത് 9-ാമത്തെ വാക്യമെന്ന് പറയുന്നത് യെശയ്യാവ് 64:4. ഇതെൻ്റെ ഇപ്പോൾ പറഞ്ഞു വരുന്ന ട്രിനിറ്റി അല്ല, ആ വിഷയമല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഈ ഒരു വാക്യം ഇച്ചിര നമുക്കല്പം ഒരു തെറ്റായിട്ട് ഉപയോഗിക്കുന്ന വാക്യമായതുകൊണ്ട് ഞാൻ എടുത്തതേ ഉള്ളൂ, വന്നതുകൊണ്ട്. യെശയ്യാവ് 64:4. നീ അല്ലാതെ ഒരു ദൈവം. ഓക്കെ, 64 ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു ആരും കേട്ടിട്ടില്ല, കണ്ണ് കണ്ടിട്ടില്ല, കണ്ണുകൊണ്ട് കണ്ടിട്ടുമില്ല. അപ്പോൾ ഈ ലോകത്തിൻ്റെ പ്രഭുക്കന്മാർക്ക് തേജസ്സിൻ്റെ കർത്താവിനെ മനസ്സിലായില്ല. കാരണം ദൈവം അവർക്ക് ആ വെളിപ്പാട് കൊടുത്തില്ല. പക്ഷേ ദൈവം നമ്മളെ സ്നേഹിച്ചതുകൊണ്ട് ദൈവം എന്തോ ചെയ്തു? എന്നിട്ട് അത് തെളിയിക്കാൻ വേണ്ടി പറയാ, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ നമുക്കോ ദൈവം തൻ്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. നോക്കിയേ, അതാണ് കണ്ണ് കാണാത്തതും ചെവി കേൾക്കാത്തതും ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നാതിരുന്നതും. എന്താ? The revelation about who Jesus really is. ആ റെവലേഷൻ ആർക്ക് തന്നു? നമുക്ക് തന്നു. എന്തുകൊണ്ട് തന്നു? സ്നേഹം കൊണ്ട് തന്നു. മനസ്സിലായല്ലോ? അതിക്കുള്ളത് വ്യക്തമാക്കേണ്ട കാര്യമില്ല. ഓക്കെ, അതല്ല എൻ്റെ വിഷയം. എന്നിട്ട് താഴോട്ട് പറയുകയാണ്, നമുക്കോ ആത്മാവ് സകലത്തെയും ദൈവത്തിൻ്റെ ആഴത്തെയും അറിയുന്നു. മനുഷ്യനിലുള്ളത് അവനിലെ മനുഷ്യാത്മാവല്ലാതെ മനുഷ്യരിൽ ആരറിയും? അപ്പം നമുക്ക് നമ്മിലുള്ളത് കുറേയൊക്കെ അറിയാം. ആ ഒരു എന്താ പറയുന്നത്, ആ ഒരു സാദൃശ്യം പൗലോസ് അവിടെ എടുത്തേച്ച് ആ സാദൃശ്യത്തിൻ്റെ അപ്പുറം കടന്നിട്ട് താൻ പറയുകയാണ്, അവണ്ണം തന്നെ ദൈവത്തിലുള്ളത് ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിച്ചിട്ടില്ല. സോ ഗോഡ് ഈസ് incomprehensible to us, but the Holy Spirit searches the deep things of God, just as man knows himself. നമുക്കറിയാം, ഈ വാക്യങ്ങളൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. The Spirit knows the future and predicts it in the scriptures.
that he inspired in words that neither men nor angels fully understand. പരിശുദ്ധാത്മാവ് ചില കാര്യങ്ങൾ പഴയ നിയമത്തിൽ പ്രവാചകന്മാരോട് ചില കാര്യം പരിശുദ്ധാത്മാവ് ഇൻസ്പയർ ചെയ്തു. പക്ഷെങ്കിൽ അത് ഇൻസ്പയർ ചെയ്തപ്പം അവർക്കും മനസ്സിലായില്ല, എന്തിനേറെ ദൂതന്മാർക്ക് പോലും മനസ്സിലായില്ല. അതാണ് അപ്പോസ്തലരുടെ പ്രവൃത്തി 1:16 1 പത്രോസ് 1:11-12 ആ വാക്യങ്ങളൊന്ന് വായിക്കാമോ? സഹോദരന്മാരായ പുരുഷന്മാരെ, യേശുവിനെ പിടിച്ചവർക്ക് വഴികാട്ടിയായി തീർന്ന യൂദായെക്കുറിച്ച് പരിശുദ്ധാത്മാവ് ദാവീദ് മുഖാന്തരം പറഞ്ഞ തിരുവെഴുത്തിൽ, ഇത് പരിശുദ്ധാത്മാവ് ദാവീദ് മുഖാന്തരം പറഞ്ഞപ്പം ദാവീദിനും മനസ്സിലായില്ല, ആർക്കും മനസ്സിലായില്ല. പക്ഷേ പരിശുദ്ധാത്മാവ് പറഞ്ഞു. അത് പിന്നെ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ അവരതിനെ റിലേറ്റ് ചെയ്യുകയാണ്. ഇതാണല്ലോ പരിശുദ്ധാത്മാവ് ദാവീദിൽ കൂടെ പറഞ്ഞത്. അപ്പോൾ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുന്നു? ഹീ predicts something. He inspires the prophets of the old and they write something and they don't understand it, nor even the angels understand it. അല്ലേ? അതല്ലേ 1 പത്രോസ് 1:11-12 വാക്യങ്ങൾ. അവരിലുള്ള ക്രിസ്തുവിൻ്റെ ആത്മാവ്, അതായത് പഴയ കാലത്തെക്കുറിച്ച് പറയുക, പ്രവാചകന്മാരെ കുറിച്ച് പറയുക. അവരിലുള്ള ക്രിസ്തുവിൻ്റെ ആത്മാവ് ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമയെയും മുൻപിൽ കൂട്ടി സാക്ഷീകരിച്ചു. ക്രിസ്തുവിൻ്റെ ആത്മാവ് അല്ലെ പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിനെ ക്രിസ്തുവിൻ്റെ ആത്മാവെന്നും ദൈവത്തിൻ്റെ ആത്മാവെന്നും ഒക്കെ ഉള്ള വിവിധ പേരുകളിൽ വേദപുസ്തകം വിളിക്കുന്നുണ്ട്. ഓക്കെ, അതിലേക്ക് ദൂതന്മാർ പോലും വായിച്ചേ, ദൈവദൂതന്മാർ പോലും കുനിഞ്ഞു നോക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിലേക്ക് ദൈവദൂതന്മാർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ദൈവദൂതന്മാർക്ക് പോലും അതെന്ത് ചെയ്യത്തില്ലായിരുന്നു, അറിയില്ലായിരുന്നു. അപ്പം ദൂതന്മാർക്കറിയാതിരുന്നൊരു കാര്യം പരിശുദ്ധാത്മാവ് പ്രവാചകന്മാരിൽ കൂടെ പറഞ്ഞു. അത് പറഞ്ഞ പ്രവാചകന്മാർക്കും അറിയത്തില്ലായിരുന്നു എന്നാ പറയുന്നതെന്ന്. പക്ഷേ ക്രിസ്തുവിൻ്റെ ആത്മാവ് അവരിൽ കൂടെ ക്രിസ്തുവിന് വരുവാൻ പോകുന്ന കഷ്ടത്തെക്കുറിച്ചും അതിൻ്റെ ശേഷം ഉണ്ടാകുവാൻ പോകുന്ന മഹിമയെക്കുറിച്ചും മുൻപ് കൂട്ടി പറയുകയായിരുന്നു. ഓക്കെ, ഈ വേദഭാഗങ്ങളിലൂടെ വായിച്ച് നമുക്ക് ക്ലോസ് ചെയ്യാം. ഒന്ന്, ഹീ ഈസ് ദ ഒംനിപ്രസൻറ്റ് ഗോഡ്. 139 1-2 വാക്യങ്ങൾ വായിച്ച് നമുക്ക് ക്ലോസ് ചെയ്യാം. Psalm 139:7. പരിശുദ്ധാത്മാവ് ഒംനിപ്രസൻ്റ് ആണ്, അവിടുത്തെ സാന്നിധ്യം എല്ലായിടത്തും ഉണ്ട്. ഒന്ന് വായിച്ചോളൂ. നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും? ശ്രദ്ധിക്കണം ആ വാക്ക്, നിന്റെ ആത്മാവ്. അങ്ങയുടെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എങ്ങോട്ട് പോകും? എന്നിട്ട് ഉടനെ പറയാം തിരുസന്നിധി. അപ്പോൾ തിരുസന്നിധി എന്ന് വിശേഷിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ചാണ് പറയുന്നത്, അല്ലേ? തിരുസന്നിധി വിട്ട് ഞാൻ വായിച്ചോ എവിടേക്ക് ഓടും? ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട്, പാതാളത്തിൽ ഞാൻ കിടക്ക വിരിച്ചാൽ നീ അവിടെയുണ്ട്. ഞാൻ ഉഷസ്സിൻ ചിറക് ധരിച്ച് സമുദ്രത്തിന്റെ അടുത്ത് നിന്ന് പാർത്താൽ അവിടെയും നിന്റെ കൈ എന്നെ നടത്തും. നോക്കിയേ, God's Holy Spirit is omnipresent. He is the omnipresent God. എല്ലായിടത്തും അവിടുത്തെ സാന്നിധ്യമുള്ള ദൈവം. 1 കൊരിന്ത്യർ 6:19 നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും നിങ്ങൾ ആരാകുന്നു, അതുകൊണ്ട് നിങ്ങൾ ആരാ? കമോൺ, ദൈവത്തിൻ്റെ ആലയം. ശ്രദ്ധിക്കണം ആ കാര്യം. യു ആർ ഗോഡ്സ് ടെമ്പിൾ. വൈ? ബിക്കോസ് God, the Holy Spirit, dwells in you. So you are God's temple. How can this is possible if the Spirit of God is not God himself? അല്ലേ? പരിശുദ്ധാത്മാവ് വസിക്കുന്നത് കൊണ്ട് നിങ്ങൾ ആരാ? ദൈവത്തിൻ്റെ ആലയം.
Okay, they are God's temple because God's Spirit dwells in them. Okay, അപ്പോൾ if the Holy Spirit is not God, then how can our bodies be the temple of the Holy Spirit? 1 Corinthians 6:19. Therefore, the Holy Spirit, the third person of the Trinity, is God. Okay. ഈ തിരുവചന ഭാഗങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ വാസം ചെയ്യുന്നുവെങ്കിൽ പല കാര്യങ്ങൾ, പല പ്രബോധനങ്ങൾ നമ്മളോട് ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്. ഒന്ന്, ഡു നോട്ട് ക്വഞ്ച് ദ സ്പിരിറ്റ്. ആത്മാവിനെ കെടുക്കരുത്. എങ്ങനെ കെടുക്കാനായിട്ട് കഴിയും? വെൻ യു റെസിസ്റ്റ് ദ ഹോളി സ്പിരിറ്റ്. നമ്മൾ ആത്മാവിനോട് എതിർത്ത് നിൽക്കും. വെൻ ഗോഡ് ടെൽസ് us something in the word, and it is the Spirit of God who makes that word come alive. And that is why when the word of God is preached, somebody is touched. Why? It is God, the Holy Spirit speaking. But അന്നേരം ഒരു ആത്മാവ് പറഞ്ഞു. പക്ഷെങ്കിൽ when you don't obey the voice of the Spirit, you resist the Spirit. And when you resist the Spirit, you quench the Spirit. ആത്മാവിനെ കെടുക്കുക. മറ്റൊന്ന്, we can grieve the Holy Spirit. എങ്ങനെയാണ് ഗ്രീവ് ചെയ്യുന്നത്? നമുക്കറിയാം. അടുത്ത ആഴ്ച ഞാനതൊക്കെ പറയാം. അവിടെ എഴുതിയിട്ടുണ്ട്, നിങ്ങളുടെ വായിൽ നിന്ന് കൃപയോടുകൂടിയതും അങ്ങനെ ചേർച്ചയല്ലാത്തത് ഒന്നും വരരുത്. എന്നിട്ട് ഉടനെ പറഞ്ഞേക്കുന്നത് എന്താ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ. സോ ഹൗ ക്യാൻ ഐ ഗ്രീവ് ദ ഹോളി സ്പിരിറ്റ്? വെൻ മൈ ടങ് ഈസ് നോട്ട് അണ്ടർ ദ കൺട്രോൾ ഓഫ് ദ ഹോളി സ്പിരിറ്റ്, ഐ ഗ്രീവ് ദ ഹോളി സ്പിരിറ്റ്. എന്തും വിളിച്ചു പറയാനുള്ള ലൈസൻസ് അല്ല. ഞാനത് മുമ്പേ പറഞ്ഞത്. നല്ല നല്ല മനുഷ്യരാണ് നമ്മളൊക്കെ അതർവൈസ്. പക്ഷേ ദേഷ്യം വന്നാൽ തീർന്നു. പിന്നെ എന്നോ വേണേ പറഞ്ഞു കളയും. നോ, യു റെസിസ്റ്റ് ദ ഹോളി സ്പിരിറ്റ്, യു ഗ്രീവ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവാര? പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ഉപദേശം, വ്യക്തമാകുന്ന ഉപദേശം നമ്മുടെ ഇടയിൽ ഇല്ലാത്തത് വലിയൊരു കുഴപ്പമാണ്. നമ്മൾ ഓർക്കുന്നത് പരിശുദ്ധാത്മാവ് ഏതാണ്ട് ഒരു ആവിയാണ്, അല്ലെ ഒരു കേവല ഒരു കാറ്റ, ഒരു ഇംപേഴ്സണൽ ഫോമാണ് പരിശുദ്ധാത്മാവെന്നൊക്കെയാണ് പലരും ചിന്തിക്കുന്നത്. എന്ന് പറഞ്ഞാൽ വ്യക്തിയല്ല, ഏതോ ഒരു ശക്തി. കുറേ നാളുകൾക്ക് മുമ്പ് ഗുഡ് ന്യൂസ് ഭയങ്കര തർക്കമായിരുന്നു. പരിശുദ്ധാത്മാവ് വ്യക്തിയാണോ ശക്തിയാണോ? ഒടുവിൽ കൺക്ലൂഷൻ, ആ ശക്തിയുമാ വ്യക്തിയുമാ ആർക്കും കുഴപ്പമില്ലല്ലോ. അല്ല, പരിശുദ്ധാത്മാവ് വ്യക്തിയാണ്. ഗോഡ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവ് വ്യക്തിയാണ്. തിങ്ക് അബൌട്ട് ദാറ്റ്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ വസിക്കുന്നെങ്കിൽ നമ്മൾ ആരാ? ദൈവത്തിൻ്റെ മന്ദിരമാ. നമ്മുടെ ബോഡി ആരുടേതാ? പ്രത്യേകിച്ച് 1 കൊരിന്ത്യർ നമ്മൾ വായിച്ച ആ വേദഭാഗം നിങ്ങൾ മോളിൽ തൊട്ടൊന്ന് വായിച്ച് നോക്കണം. എന്തുകൊണ്ടാണ് പൗലോസ് അവിടെ നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണെന്നും പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് പറയാനുള്ള കാര്യം എന്നാണെന്നറിയാമോ? ബിക്കോസ് ദേ മിസ്യൂസ്ഡ് ദ ബോഡി. അതുകൊണ്ടാണ് നമ്മുടെ ശരീരത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുകയില്ല, മിസ്യൂസ് ചെയ്യാൻ പറ്റുകയില്ല. കാരണം നമ്മൾ ആരാ? ദൈവത്തിൻ്റെ മന്ദിരമാ. ഗോഡ് ദ ഹോളി സ്പിരിറ്റ്. ഇല്ലേ? നമ്മുടെ ദൈവം ആരാണെന്നറിഞ്ഞ് നമ്മുടെ ദൈവത്തെ നമുക്ക് സേവിക്കാം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. സഹോദരന്മാർ, ആർക്കെങ്കിലും ഒരാൾക്ക് ദയവായി പ്രാർത്ഥിപ്പിക്കാം.